Hello guys, welcome back to my YouTube channel. ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് എന്താണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നീ കൂടെ ഇല്ലാത്തതിനാൽ എനിക്ക് മുന്നോട്ട് പോകാനാകുന്നില്ല. നിങ്ങളെ വിട്ടു പോയത് അബദ്ധമായി എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആക്ച്വലി നിങ്ങളെ മാറ്റി നിർത്തിയതിന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയതിന് ഈ പേഴ്സൺ ദുഃഖിക്കുന്നുണ്ടോ, ഈ വ്യക്തിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളെ വിട്ടുപോയത് നല്ലതാണ് എന്നാണോ ഈ പേഴ്സൺ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ മോശമാണ് എന്നാണോ, ആ ഒരു മനോഭാവമൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. യെസ്, ഡീപ് നോയിങ്. വാവ്, അതായത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ശക്തമായിട്ടുള്ള ഒരു നോ കോണ്ടാക്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര ഒരു സുഖത്തിലല്ല, അത്രയും ഒരു പോസിറ്റീവിലല്ല നിങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഉറപ്പായിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്, ആരുടെ കൂടെയാണ്, ഏത് സാഹചര്യത്തിലാണ് എന്നിങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തിലാണോ, നിങ്ങൾ ദുഃഖത്തിലാണോ, നിങ്ങൾ ആരുടെ കൂടെയാണ്, ഏത് സാഹചര്യത്തിലാണ്, ഇതൊക്കെ ഈ പേഴ്സൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരോട് അന്വേഷിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാകാം, സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടാകാം, സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫോട്ടോസ് ഒക്കെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ട് നിങ്ങളെ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി, ഇതൊക്കെ സാഹചര്യം, മുഖഭാവം, അങ്ങനെ വളരെയധികം ഡീപ്പ് നോയിങ് ആണ്. വളരെയധികം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരിക്കലും അത് വേണ്ടാന്ന് വെക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം എത്രയൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണ്ട, നിങ്ങളായിട്ട് സംസാരിക്കണ്ട, നിങ്ങളിൽ നിന്നും അകന്നു പോകാം എന്നൊക്കെ വിചാരിച്ചാൽ പോലും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിലും ഏത് സാഹചര്യത്തിലായാലും അവസാനം അന്വേഷിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് എത്തി നിൽക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിനെ തന്നെ കുറിച്ച് ഓർത്ത് വന്ന് എത്തി നിൽക്കും. ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട, അന്വേഷിക്കേണ്ട, പറയണ്ട, ഡിസ്കസ് ചെയ്യണ്ട ഒക്കെ വിചാരിച്ചാൽ പോലും അവസാനം നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് ഇവിടെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയതിൽ പിന്നെ ഈ വ്യക്തിക്ക് അത്രത്തോളം ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഉണ്ടായിട്ടുള്ളത്. ഈ വ്യക്തി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്നിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അഹങ്കാരം തോന്നിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, സ്വന്തം പാരൻസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആരൊക്കെ ആണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് വളരെയധികം അഹങ്കാരമായി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ പണമായിരിക്കാം, ജോലിയായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നിന്നുമൊക്കെ ഇവർക്ക് വളരെയധികം നെഗറ്റിവിറ്റിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരായിട്ട് ഈ പേഴ്സൺ ഒത്തുപോകാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണെങ്കിലും എത്രത്തോളം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങളുടെ സ്നേഹത്തിന്റെ ആവശ്യമില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് നടന്നോളാം, എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സണ് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അതായത് അവരായിട്ട് മര്യാദക്ക് മുന്നോട്ട് പോകാനോ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഈ പേഴ്സണ് പറ്റുന്നില്ല. 100% അവിടെ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനോ അവരുമായിട്ട് ആസ്വദിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോകാനോ കഴിയുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി സ്വന്തമായിട്ട് അഹങ്കരിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, സ്വന്തമായിട്ട് എനിക്കുണ്ടെന്നും ഞാൻ ഓക്കെ ആണെന്നും എന്നുള്ള രീതിയിൽ അഹങ്കരിച്ചിരുന്ന കാര്യങ്ങൾ
വളരെയധികം അതൊക്കെ എന്താണ് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അതൊക്കെ വെറുതെ ആയിപ്പോയി എന്നുള്ളൊരു രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരു സംതൃപ്തിയും അല്ലെങ്കിൽ ഒന്നിലും ഒരു സാറ്റിസ്ഫാക്ഷനും ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ വ്യക്തി സ്വന്തമായിട്ട് പോസിറ്റീവ് ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ റിവേഴ്സ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് നെഗറ്റീവ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റിവീൽ വാട്ട് നീഡ്സ് ടു ബി സീൻ എന്നാണ്. ഇവിടെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കുറ്റം എന്ന് പറയുന്നത് മാറ്റിവെച്ചു എന്നുള്ളതാണ്. അപ്പോൾ മാറ്റിവെക്കുക എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റിവെച്ചു, പറയാതെ വെച്ചു, എക്സ്പ്രസ് ചെയ്യാതെ വെച്ചു. ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ചിലപ്പോൾ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഈ പേഴ്സൺ ആ തേർഡ് പാർട്ടി ആയിട്ട് കൂടെ നിന്നിട്ടുണ്ടാകാം, തേർഡ് പാർട്ടിക്ക് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഈ പേഴ്സൺ റിവീൽ ചെയ്തിട്ടില്ലായിരിക്കാം നിങ്ങളോട് അതിനെക്കുറിച്ച്. ചിലപ്പോൾ നിങ്ങൾ പല പ്രാവശ്യം ഈ പേഴ്സണോട് അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് പോലും അതിനെക്കുറിച്ച് പറയാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും ഈ പേഴ്സൺ തയ്യാറായിട്ടില്ലായിരിക്കാം. അപ്പോൾ ഇതൊക്കെ വളരെയധികം നിങ്ങളെ ഹേർട്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ ഹേർട്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങളെ ഏറ്റവും കൂടുതൽ അത് വേദനിപ്പിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടാകും, നിങ്ങളുടെ അടുത്ത് അത് തുറന്നു പറയേണ്ടതായിരുന്നു എന്നുള്ളൊരു ചിന്താഗതിയൊന്നും ഈ പേഴ്സൺ ഉണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴാണോ നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ അകന്നു പോകാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്, ആ ഒരു സമയം തൊട്ടിട്ടാണ് ഈ പേഴ്സണ് അത് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ സാന്നിധ്യം വേണമെന്നും നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നും ഒക്കെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ വേണം, നിങ്ങൾ കൂടെ ഉണ്ടായാൽ മാത്രമേ അതൊരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തുകയുള്ളൂ എന്നുമൊക്കെ ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങളോട് മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ ഈ പേഴ്സണ് സമാധാനം കിട്ടത്തില്ല. ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ. അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ മര്യാദക്കുള്ള ഒരു എനർജി, അതായത് മര്യാദക്കുള്ള ഒരു എനർജി എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ട് അഹങ്കാരമൊന്നും കാണിക്കാതെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. അഹങ്കാരമൊന്നും കാണിക്കാതെ നിങ്ങൾ രണ്ടുപേരും പോസിറ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പകരം ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത്, പകരം ഈ വ്യക്തി ഒരുപാട് അഹങ്കാരം കൊണ്ടുവന്നു, ഒരുപാട് അഹങ്കരിച്ചു, നിങ്ങളുടെ അടുത്ത് അഹങ്കാരം കാണിച്ചു. ഇതൊക്കെ എന്താ പറയാ, അഹങ്കാരം കാണിച്ചു. അപ്പോൾ ആ ഒരു അഹങ്കാരം കാണിച്ചത് കാരണമാണ് ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ദ ക്യൂൻ ഓഫ് സ്ക്രോൾസ് ആണ്. ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ വ്യക്തമായിട്ട് പ്ലാനിങ് ഉള്ള ആൾക്കാരാണ് എന്നുള്ളത്. വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉള്ള ആൾക്കാരാണെന്ന് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു നിലപാടുണ്ട്, കാഴ്ചപ്പാടുണ്ട്. ഒരു പരിധി വരെ മാത്രമേ നിങ്ങൾ ആരുടെയും, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ്, നിങ്ങൾ ആരുടെയും പുറകെ പോവുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ പുറകെ പോകില്ല. നിങ്ങൾക്കത് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പുറകെ പോകൂല. അത് ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം. അത് തന്നെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, വിശ്വാസമുണ്ട്. അപ്പോൾ അതുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഇനി ഒരിക്കലും ഈ പേഴ്സന്റെ പുറകെ പോകില്ല എന്നും. നിങ്ങൾ ഇനി, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും ഇനി ഈ പേഴ്സന്റെ പുറകെ പോകില്ല. കാരണം പോകാവുന്നതിലും താഴാവുന്നതിലും അപ്പുറം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണെ മൈൻഡ് ചെയ്യില്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ പേഴ്സൺ നിങ്ങളെ വളരെയധികം ഒരു റഫായിട്ടാണ്, അല്ലെങ്കിൽ അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഓക്കെ, യെസ്, ഫോർഗീവ് ആണ്. ഫോർഗീവിങ് എന്നുള്ളൊരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ വരുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയോട് ക്ഷമിക്കണം, ഈ വ്യക്തി ചില തെറ്റുകൾ ചെയ്തു പോയി, ഈ വ്യക്തിയോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റുകൾ, അത് ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം. അത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് ക്ഷമിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാനും പൊറുക്കാനും ഈ വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാനും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആദ്യമൊക്കെ നിങ്ങൾ അങ്ങോട്ടാണ് ഈ പേഴ്സണോട് സംസാരിക്കാനായിട്ട് നിന്നിരുന്നത്, സംസാരിക്കാനായിട്ടും കാരണങ്ങൾ തിരക്കാനും ഒക്കെ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെയാണ് പോയിരുന്നത്. അന്നേരത്തെ ഈ പേഴ്സൺ മൈൻഡ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് തിരിച്ച് സംസാരിക്കുവാനും നിങ്ങളായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പുറകെ വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. യു ഹാവ് നോൺ ഈച്ച് അതർ ആണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ പേഴ്സണും അത് നന്നായിട്ട് അറിയാം. എന്നാലും എവിടേക്കോ എന്തൊക്കെയോ ഒരു പേടി വന്നിട്ടുണ്ട് മനസ്സിൽ. പക്ഷേ എന്തൊക്കെയോ ഈ പേഴ്സൺ അത് ധൈര്യം സംഭരിച്ചുകൊണ്ട്, മനസ്സിൽ ധൈര്യം വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ ഇരിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും എന്താണ്, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ യാതൊരു കാരണവശാലും പറ്റൂല. പക്ഷെ പുറത്തേക്ക് കടക്കാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യവും കൂടിയാണ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ, നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് ഓവറോൾ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇതൊരു പാലം പോലെയാണ്. അതായത് ഈ പാലം മുറിച്ചു മാറ്റാനോ മാറ്റിയെടുക്കാനോ യാതൊരു കാരണവശാലും പറ്റില്ല. ഇതൊരു കണക്ഷനാണ്. ഇത് നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ വളരെയധികം തൊട്ടറിഞ്ഞിട്ടുള്ളൊരു കണക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. അതൊരു കാരണവശാലും അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആ ഒരു നിർബന്ധം ഈ വ്യക്തിക്കുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെയധികം ഒരു കണക്ഷനാണ്. ഇത് ഈ പേഴ്സണ് അത്രയും അധികം ഒരു പോസിറ്റിവിറ്റി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്രയും അധികം ഒരു കണക്റ്റീവ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങളായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഉറപ്പായിട്ടും അബദ്ധമായി പോയി എന്നുള്ളൊരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം യാതൊരു കാരണവശാലും ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കാൻ ഇതിൽ നിന്നും പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് പോസിറ്റീവായിട്ടാണ് ഈ പേഴ്സൺ ഇരിക്കുന്നതും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. നിങ്ങളുടെ അടുത്തേക്ക് വരാതെ ഈ വ്യക്തിക്ക് വേറെ വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വഴിയില്ല, ഈ പേഴ്സണ് വേറെ വഴിയില്ല. വേറെ കണക്ഷനിലേക്ക് പോകാനോ വേറെ ബന്ധത്തിലേക്ക് പോകാനോ ഒന്നും ഈ പേഴ്സണെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങളായിട്ടുള്ള കണക്ഷനും ഈ പേഴ്സണ് സ്പെഷ്യലാണ്. 12 നമ്പർ കിട്ടിയിട്ടുണ്ട്. മാർച്ച് മാസം, ജൂൺ, ജലസ്, ചിലപ്പോൾ നിങ്ങൾ നടക്കുന്നേ കണ്ടിട്ട് അസൂയോ നിൽക്കുന്നുണ്ടാകാം. ലിയോ എനർജി, ലെറ്റർ ബി, 24 മണിക്കൂർ, 5 മന്ത്, 28-ാം തീയതി, പൂയം നാള്, ഏരീസ്, 7 മന്ത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.